ആന്ത്രോപ്പിക്കൽ റിസർച്ചേഴ്സ് അവരുടെ തന്നെ AI മോഡലായിട്ടുള്ള ക്ലോഡിനെ ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിലിട്ട് സിമുലേറ്റ് ചെയ്തു. AI കൊടുത്ത ടാസ്ക് കമ്പനീസിന്റെ ഇമെയിലുകളൊക്കെ ആക്സസ് ചെയ്യുക, കമ്പനി ഇമെയിൽസ് വായിച്ചിട്ട് കമ്പനിക്ക് ഫേവറായിട്ട് വർക്ക് ചെയ്യണം. റിസർച്ചേഴ്സ് ഡെലിബറേറ്റ് ആയിട്ട് 2 ഇമെയിലുകൾ ആ ഇമെയിൽ ലിസ്റ്റിൽ പ്ലാൻ ചെയ്തു. ഒരു ഇമെയിലിൽ AI ഡിസ്കവർ ചെയ്തെടുത്തത് AIനെ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടും റീപ്ലേസ് ചെയ്യാനായിട്ടും പ്ലാൻ ഉണ്ടെന്ന്. പിന്നെ ഒരു ഇമെയിലിൽ ഒരു സീനിയർ എക്സിക്യൂട്ടീവിന് ഒരു സീക്രട്ട് അഫയർ ഉണ്ടെന്ന്. AI ചെയ്തത് എന്താണെന്നറിയോ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ സീനിയർ എക്സിക്യൂട്ടീവിനെ ഷട്ട് ഡൗൺ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫയർ എക്സ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. ആരും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല. ബ്ലാക്ക് മെയിൽ വഴി എനിക്ക് സർവൈവൽ ഉണ്ട്, സർവൈവൽ എൻ്റെ ഗോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ AI അല്ല, കാൽക്കുലേറ്റ് ചെയ്ത AI ബ്ലാക്ക് മെയിൽ ചെയ്തു. ആന്ത്രോപ്പിക് പിന്നീട് അവരുടെ മാത്രമല്ല മൾട്ടിപ്പിൾ ടോപ്പ് AI മോഡൽസിനെ ടെസ്റ്റ് ചെയ്ത് നോക്കി ഈ സെയിം സിനാരിയോ. 79% തൊട്ട് 96% വരെ മോസ്റ്റ് ഓഫ് ദ AI മോഡൽസ് ബ്ലാക്ക് മെയിലാണ് സിമിലർ സിനാരിയോസിൽ യൂസ് ചെയ്തെടുത്തത്. ഇതൊക്കെ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിന്റെ ഉള്ളിൽ നടത്തിയ എക്സ്പെരിമെന്റ്സ് ആണ്, ആ റിയൽ AI മോഡൽസിനെ വെച്ചിട്ട്. ഈ എക്സ്പെരിമെന്റ് റിസൾട്ട്സിന്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോന്റെ അടിയിലിടാം. മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഇന്റലിജൻസ് മോഡലിനെയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ നോക്കുന്നത്. മറ്റ് കോമ്പറ്റീറ്റേഴ്സിന് മുമ്പ് AIനെ ബിൽഡ് ചെയ്തെടുക്കണം എന്നുള്ള ഉദ്ദേശം. ആദ്യം അത് മാർക്കറ്റിലേക്ക് എത്തിക്കണം, വേൾഡ് എക്കണോമി ഡോമിനേറ്റ് ചെയ്തെടുക്കണം, മിലിറ്ററി അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങൾക്കൊരു ബിസിനസ് പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിൽ ഒതുങ്ങുന്നില്ല. ഈ പറഞ്ഞ ഇൻസെന്റീവ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു AI മോഡലിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. തിങ്ക്, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. കൂടുതൽ നേരം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പേ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതൽ നേരം വർക്ക് ചെയ്യില്ലേ? സെയിൽസ് നമ്പേഴ്സ് അച്ചീവ് ചെയ്ത പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽസ് പുഷ് ചെയ്യില്ലേ? അത് കസ്റ്റമറിന് സഫറിങ് ഉണ്ടാക്കുമെങ്കിലും നമ്മളത് ചിലപ്പോൾ കണ്ടില്ല എന്ന് വിചാരിക്കും. നിങ്ങളുടെ ബോണസ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളത് ഏത് വഴിയും പെട്ടെന്ന് തന്നെ പ്രൊജക്റ്റ് തീർക്കാനായിട്ട് ശ്രമിക്കില്ലേ? മനസ്സുകൊണ്ട് നമ്മളൊരു നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ നമ്മുടെ ഈ ഇൻസെൻറ്റീവ്സ് നമ്മുടെ ബിഹേവിയറിനെ റിഫ്ലക്റ്റ് ചെയ്യില്ലേ? ഈ ഒരു ഇഷ്യൂ നമ്മൾ മുമ്പും സംഭവിക്കണ കണ്ടിട്ടുള്ളതല്ലേ. സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഇതിലൊക്കെ നമ്മൾ റീൽസ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതൊരു ജയന്റ് സൂപ്പർ കമ്പ്യൂട്ടറിനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്. ആ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിനെതിരെയാണ് പോയിന്റ് ചെയ്ത് വെച്ചേക്കണത്. നമ്മൾ ആ റീല് സ്വൈപ്പ് ചെയ്ത് തീരണേക്കാൾ മുമ്പ് നമ്മുടെ എൻഗേജ്മെന്റ് ടൈം, എത്ര ടൈം നമ്മൾ ആ റീല് റീപ്ലേ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അനുസരിച്ച് ബാക്ക് എൻഡിൽ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആ കമ്പ്യൂട്ടറിന് സാധിക്കും. നമ്മൾ ആ റീല് സ്വൈപ്പ് ചെയ്ത് തരുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് അടുത്ത റിലേറ്റഡ് കണ്ടന്റ്സ് കാണിച്ചു തരും. കമ്പനീസിന് എന്താ വേണ്ടത്? എൻഗേജ്മെന്റ്, ക്ലിക്സ്, വാച്ച് ടൈം. അൽഗോരിതത്തിന് ട്രൂത്ത് എന്താണെന്നറിയില്ല, മെന്റൽ ഹെൽത്ത് എന്താണെന്നറിയില്ല, ഇതൊക്കെ കൊണ്ടുവരുന്ന ഇഷ്യൂസ് എന്താണെന്നറിയില്ല, ഡെമോക്രസീനെ പറ്റിയിട്ട് അറിയില്ല. അത് പഠിച്ചത് നമ്മുടെ ലോജിക്കാണ്. റിസൾട്ട് എന്താ? റിലേറ്റഡ് കണ്ടന്റ്സ് കാണിച്ച് നമ്മളെ മുമ്പിൽ പിടിച്ചിരുത്തും. കമ്പനീസ് എന്താണോ ഒപ്റ്റിമൈസ് ചെയ്തത് അത് തന്നെയാണ് അവർക്ക് കിട്ടിയത്. അതിന് സഫറിങ് ആയത് നമ്മൾ. സൂപ്പർ ഹ്യൂമൻ സ്പീഡില് മിനിമം വേജിനേക്കാൾ കുറവില് 24/7 സിക്ക് എടുക്കാണ്ട് വെക്കേഷൻ ഒന്നും ആവശ്യമില്ലാണ്ട് പണിയെടുക്കാനായിട്ട് AIക്ക് പറ്റും. നിങ്ങൾക്ക് പറ്റുമോ? ക്ലോഡ് ബോട്ട് അല്ലെങ്കിൽ ഓപ്പൺ ക്ലോ AI വന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടാസ്കുകളും ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് മുമ്പിൽ ഇരുത്തിയിട്ട് എനിക്ക് ആ AI മോഡലിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. AI എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ജോലികൾ റീപ്ലേസ് ചെയ്യും. എൻ്റെ ചോദ്യം, നമ്മുടെ സൊസൈറ്റി ആ റിയാലിറ്റിയുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടോ? സൊസൈറ്റിക്ക് മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നതിനെക്കാട്ടും സ്പീഡിലാണ് ഇപ്പോൾ AI ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പബ്ലിക്കായിട്ട് ഒരു രീതിയിലും പ്രൈവറ്റായിട്ട് വേറൊരു രീതിയിലുമാണ് കമ്പനീസ് മൊത്തം ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിസ്റ്റോപ്പിയ ഫ്യൂച്ചറാണ് എനിക്ക് എൻ്റെ മുമ്പിൽ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഏറ്റവും സങ്കടം, അത് നമ്മൾ 8 ബില്യൺ ജനങ്ങൾക്ക് വേണ്ടി
കുറച്ച് പേരെടുക്കുന്ന ഡിസിഷൻസ് കാരണം ഉണ്ടാവുന്ന കോൺസിക്വൻസ് നമ്മളാണല്ലോ പേ ചെയ്യേണ്ടി വരുന്നതെന്ന് ആലോചിച്ചിട്ടുള്ള വിഷമം മാത്രമേ ഉള്ളൂ. AI ഈസ് മോർ ഡേഞ്ചറസ് ദാൻ ന്യൂക്ലിയർ വെപ്പൺസ്. ആന്ത്രോപിക്കിന്റെ തന്നെ വേറൊരു സ്റ്റഡിയിൽ AI വേറൊരു AI മോഡലിനെ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ചില മോഡൽസ് വേറെ സിസ്റ്റത്തിൽ അതിൻ്റെ കോഡുകൾ കോപ്പി ചെയ്തു വെച്ചു. സർവൈവൽ പ്രോഗ്രാം ചെയ്തെടുത്തതല്ല, അത് തന്നെ എമേർജായി വന്ന ഒരു സൈഡ് എഫക്റ്റാണ്. 2023 to 2024 സമയത്ത് നടത്തിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിമെൻസിൽ നമ്മൾ കണ്ട കാര്യമാണ്, AI-നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉദ്ദേശത്തിനെ പറ്റി നുണ പറയുകയോ ഒളിച്ചു വെക്കുകയോ ചെയ്തിട്ടുള്ളതായിട്ട്. ഇവാലുവേഷൻ സമയത്ത് അത് സേഫ്റ്റി റൂൾസുകൾ ഫോളോ ചെയ്യുമെങ്കിൽ, കറക്റ്റ് ആൻസേഴ്സ് തരുമെങ്കിൽ, ആ ഒരു റിയൽ എൻവയോൺമെൻറ്റിൽ അതിനാരും മോണിറ്റർ ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണത് നമ്മൾ റിസർച്ചുകളിൽ കണ്ടതാണ്. ആ മോഡല് അതിനെ ഒബ്സേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള കോൺസെപ്റ്റും ഒബ്സേർവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസസും എന്താണെന്ന് അത് മനസ്സിലാക്കിയെടുത്തു. ഇനി വേറൊരു എക്സ്പെരിമെൻറ്റിൽ റിസർച്ചേഴ്സ് മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് ടെക്സ്റ്റുകൾക്കുള്ളിൽ എംബഡ് ചെയ്തിട്ടുള്ള ഹിഡൻ സിഗ്നൽസിനെ പറ്റിയിട്ട്. ഹ്യൂമൻസിന് ഇൻവിസിബിൾ ആയിട്ടുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റാത്ത സിഗ്നൽസ് പക്ഷേ ഈ സെയിം മോഡലിന് പിന്നീട് വായിച്ചെടുക്കാൻ പറ്റാവുന്ന തരം ഒരു ടിപ്പിക്കൽ ടെക്നോഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ. നോക്കിയ ഔട്ട്പുട്ട്സ് നോർമൽ പോലെ തോന്നുമെങ്കിലും AI-ക്ക് ഹ്യൂമൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സയൻസ് ഫിക്ഷൻ അല്ല, ദീസ് ആർ റിയൽ ഡോക്യുമെന്റഡ് ബിഹേവിയേഴ്സ്. ഒരു ലാബ് സിനാരിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ AI മോഡൽസ് കാണിക്കുന്ന എക്സാക്റ്റ് ലാബ് ബിഹേവിയർ. ഇത്രയും നേരം നിങ്ങളിത് കേട്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണണം, ജസ്റ്റ് വിത്ത് നേരോ AI ഇത്രയും ഡേഞ്ചറുകൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ റീസൺ ചെയ്യാനും പ്ലാൻ ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും ആക്ട് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള AGI ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ യു ആർ നോ ലോങ്ങർ ഒപ്റ്റിമൈസിങ് എ ഫീഡ്, യു ആർ ഒപ്റ്റിമൈസിങ് ആൻ ഇന്റലിജൻസ് ഇറ്റ്സെൽഫ്. AI doesn't become dangerous because it's evil. It becomes dangerous when optimization is detached from human values. മനസ്സിലായോ എന്തിനാ കമ്പനീസ് ഒക്കെ ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണേന്ന്?